ഇടുക്കി മറയൂർ ചിന്ന റോഡിൽ വാഹനങ്ങൾ തടഞ്ഞ ഒറ്റയാൻ 2 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. KSRTC ബസ്, വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിൽ കുടുങ്ങിപ്പോയി. രാഹുൽ വിജയൻ ചെയ്യുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, റോഡിന് കുറുകെ നിൽക്കുന്ന ആ ഒറ്റക്കൊമ്പൻ അങ്ങനെ നിൽക്കുകയാണ്. വണ്ടികളൊക്കെ തടഞ്ഞു കിടക്കുകയാണ്. കാര്യം ഇതൊരു സാധാരണ സംഭവമാണ് ഇപ്പോൾ ഈ മൂന്നാർ ചിന്ന റോഡിലൊക്കെ തന്നെ. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ. എസ്കേൻ പറഞ്ഞ പോലെ തന്നെ ഒട്ടും പുതുമയില്ലാത്ത ഒരു സംഭവമാണ്. കാട്ടാനകൾ റോഡിൽ ഇറങ്ങുകയും അതുപോലെ തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നിത്യസംഭവമാണ്. ഇപ്പോൾ ഇതെന്തായാലും മറയൂർ ചിന്നാർ റോഡിലാണ് ഈ ഒറ്റയാൻ ആ റോഡിൽ ഏറെ നേരം നിലയുറപ്പിച്ചു. ഏകദേശം 2 മണിക്കൂർ നേരം ഈ റോഡിൽ ഇങ്ങനെ നിലയുറപ്പിക്കുകയായിരുന്നു. 2 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. KSRTC ബസ്, അതുപോലെ തന്നെ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ 2 മണിക്കൂർ ഈ ഗതാഗത തടസ്സത്തിൽ കുടുങ്ങിക്കിടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഈ കാട്ടാന തന്നെ സ്വമേധയാ ആ റോഡിന് വശത്തേക്ക് മാറി നിൽക്കുകയും വാഹനങ്ങൾ കടത്തിവിടുകയുമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ അക്രമ സ്വഭാവത്തിലേക്ക് ആന പോവുകയോ ഏതെങ്കിലും വാഹനങ്ങൾ ആക്രമിക്കുകയോ ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇതുവഴി രാത്രി യാത്ര ചെയ്യുന്നവർ ഒന്ന് സൂക്ഷിച്ചു പോകേണ്ടതാണ്. ഈ ഒറ്റയാൻ മാത്രമല്ല, മറയൂർ ചിന്നാർ ആ റോഡിൽ നിരവധി കാട്ടാനകൾ ഈ രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും ഇറങ്ങാറുണ്ട്. ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെ പോകുന്ന റോഡായതുകൊണ്ട് തന്നെ ഇത് സ്ഥിരം കാഴ്ചയായി മാറുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ ആളുകൾ പ്രകോപിപ്പിക്കാൻ ചെന്നു കഴിഞ്ഞാൽ മാത്രമേ ആനകൾ തിരിച്ച് ഈ റോഡിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൂ. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം സാവധാനം ആന നിൽക്കുന്ന സമയത്ത് വാഹനങ്ങൾ എല്ലാ ആളുകളും അവിടെ നിർത്തിയിട്ടു. ഏതെങ്കിലും തരത്തിൽ ഓണടിച്ചോ ശബ്ദമുണ്ടാക്കിയോ പ്രകോപിപ്പിച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ ആന സൈഡിലേക്ക് മാറിയുന്നു. ആ ഘട്ടത്തിലാണ് ഈ വാഹനങ്ങളൊക്കെ കടന്നുപോയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.